ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എത്താ ചങ്ങായിമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിപാടി. ഞാൻ ഇവിടെ പെരേ കുറച്ച് ഗോതമ്പത്തിൻ്റെ മണി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എടുത്തായിട്ട് കുത്തി ഗോതമ്പം കാവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ എടുത്ത് നോക്കിയപ്പോൾ ചെറുതായിട്ട് ചെള്ളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയും പടിയും. അപ്പോൾ ഏട്ടൻ്റെ പെണ്ണുങ്ങളെ എടുത്തായിട്ട് ചേറി എന്നിട്ട് നല്ലോണം ഇങ്ങോട്ട് പിന്നെ ഉമ്മതായിക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് കുടഞ്ഞു കൊടുത്ത് എവിടെയും പടിയൊക്കെ ആയിട്ട് പിന്നെ ഉരലും ഒലക്കൊക്കെ നല്ലോണം തേച്ചാക്കി നന്നാക്കിയിട്ട് ഉരലിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ഗോതമ്പത്തിൻ്റെ മണി മുഴുവനും ഞാൻ മുഴുവനും കുത്തിയിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ മനോട് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് കുത്തിയരുമെന്ന് ചോദിച്ചതാട്ടോ. അല്ലാതെ ഇപ്പം നമുക്ക് ഇതിനെ വെച്ചിട്ടോ അതിനകത്തൊന്നും. പിന്നെ കുറച്ച് നേരം ഒലക്കാൻ വാങ്ങിയിട്ട് ഞാൻ തന്നെ കുത്തിയിട്ടോ. ഞമ്മക്കിത് കുത്തലെങ്ങനെ നല്ലപാട് പൊടിയില്ലെങ്കിലും എന്നാലും ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിൻ്റെ തുപ്പും ഇതൊക്കെ വേറെ വേറെ ആയി ഇങ്ങനെ കിട്ടണം കേട്ടോ. ഈ ഒലക്ക് ഞാനും ഒരേമാതിരി ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ കുത്തലാൻ നോക്കിയാണ് നിങ്ങൾ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കുത്തൽ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ തുപ്പൊക്കെ ഇങ്ങനെ വേറെ വേറെ ആയി വന്നു കേട്ടോ കുറച്ച്. അപ്പോൾ പിന്നെ ഉമ്മ വന്നാട്ട് മുഴുവൻ ഭാര്യ എടുത്ത് ഒലക്കൻ്റെ മൂട്ടിലായത് കണ്ട് ഞങ്ങൾ അത് ഉരലിന്ന് മുഴുവൻ ഭാര്യയായിട്ട് മുറത്തേക്കാക്കിട്ടോ. അങ്ങോട്ട് പിന്നെ അവിടെ കുത്തിരുന്നിട്ട് ചേറലെടുത്തിട്ടോ. അപ്പോത്തിന് താറാവൾ പാഞ്ഞെത്തിയായിട്ടൊക്കെ ഈ ചെള്ളോ തെണ്ടേ തിന്നാൻ വേണ്ടിയാട്ടോ. ഉമ്മൻ്റെ ചേറലിനും ഇടിച്ചലിനും ഒക്കെ ഉള്ളൊരു താളം വേറെ തന്നെ കേട്ടോ. അത് നല്ല രസമുണ്ട് കേൾക്കാനും കാണാനും. അപ്പം ഞാൻ അവിടെ കുത്തിരുന്നത് കുറേ നേരം അങ്ങനെ നോക്കി നിന്നിട്ടോ. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ നല്ലോണം പൊടി ഉണ്ടാവും, നമ്മളെ പോലത്തെവർക്കൊന്നും ഇത് തിരിയില്ല ഇപ്പം. അപ്പോൾ അതിന് താറാവുള്ളത് അവിടെ നല്ല തീറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഒലക്ക വാങ്ങിയിട്ട് ഞാൻ തന്നെ അടിച്ചെടുത്തേ കുറച്ച് നേരം. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയണ്ടല്ലോ ഒലക്കയാണ്, ഒലക്കൻ്റെ മൂടാണ്, ഒരലാണെന്നൊക്കെ. അതൊക്കെ ആയിട്ട് ഈ സംഗതി ഇതൊക്കെ ഒന്ന് കണ്ടെത്തിയോളി കുട്ടികളെ. അങ്ങനെ രണ്ടെണ്ണം അടിച്ചാട്ട് പിന്നെ അത് ചേറി നന്നാക്കി ഉമ്മ കുറച്ച് നേരം വെയിലത്തിട്ടിട്ടോ. വെയിലത്തിട്ട് ഉണക്കി പിന്നെ അടുപ്പത്ത് വെള്ളം വെച്ച് വെള്ളം തിളച്ചെന്നപ്പോൾ ആ ഗോതമ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം വേവിച്ച് തിരിച്ചെത്തിച്ചാട്ട് അത് തീമയെ വെച്ച് ഇനി തിളക്കണ നേരം കൊണ്ട് നമുക്ക് 2 തേങ്ങ ഒളിച്ചുണ്ടാക്കണം കേട്ടോ. തേങ്ങാപ്പാലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആട്ടും കൂടുന്ന 2 തേങ്ങ എടുത്ത് പൊളിച്ചിട്ടോ. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ പൊങ്ങ് അപ്പോൾ ചൂറ്റായിട്ടോ. പിന്നെ അത് തളിച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിട്ട് നമ്മളെ ഗോതമ്പ്. അപ്പോഴത്തേന് ഉമ്മ അടുപ്പത്തേക്ക് വലിയ ചെമ്പട്ടി ഇങ്ങോട്ട് കയറ്റി വെച്ചാട്ട് തേങ്ങാപ്പാൽ ആദ്യം പാർന്നു കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് അരിപ്പൊടി കലക്കി വെച്ചതുണ്ടായിട്ടോ, അതും പാർന്നു കൊടുത്ത് പിന്നെ കുറച്ച് ശർക്കര വെള്ളവും പാർന്നു കൊടുത്തിട്ടോ. അങ്ങോട്ട് പിന്നെ ഇങ്ങനെ നല്ലോണം ഇളക്കിയെടുത്ത് അത് കുറച്ചൊന്നൊന്ന് തിളച്ച് വന്നപ്പം പിന്നെ ഏലക്കായും പുകും കോലും കൊള്ളിയും പിന്നെ ജീരകം അത് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പൈക്ക് ഇങ്ങനെ പാർന്നു കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇളക്കിയെടുത്തിട്ടോ. ആ വട്ടത്തിൽ ഇങ്ങനെ കുറേ നേരം ഇളക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിച്ച്. പിന്നെ ഒരു പാക്കറ്റ് പാലും പൊട്ടിച്ചാട്ടാവും പാർന്നു കൊടുത്തിട്ടോ. ഒടുവിന് ഇളക്കലൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ തളച്ച് വന്നിട്ടോ. മുടമുട ഇങ്ങനെ പൊന്തി വന്നപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചാട്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും അതേപോലെ മുന്തിരി മണ്ടി എടുത്താട്ട് നല്ലോണം നെയ്യിലിട്ട് ചൂടാക്കി ഉണ്ടാക്കിട്ടോ. അങ്ങോട്ട് പിന്നെ ആവും പാർന്നു കൊടുത്തേക്ക്. അങ്ങോട്ട് പിന്നെ ഞാനൊരു ഗ്ലാസ് എടുത്താട്ട് ഗ്ലാസ്സിലാക്കി പിന്നെ പെങ്ങന്മാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ തൂക്കാത്രത്തിലും ആക്കിയിട്ടോ. അപ്പോൾ അതിന് എൻ്റെ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. ഞാൻ പണിക്കും പോകാണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് എല്ലാവർക്കും കൊണ്ടുപോയി എടുക്കണം. ഇതൊക്കെയാണ് നമ്മളെ ന്യൂ ഇയർ ഊറ്റം.